ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലടാ. നിർത്തടാ. വർഷയെ വിക്രം കൊന്നു എന്നുള്ളതിന് നിന്റെ തെളിവ് വല്ലതുണ്ടോ? വർഷം മരിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവുകൾ ഇതുവരെ പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല. ആ സ്ഥിതിക്ക് സത്യം അറിയാതെ വെറുതെ അനാവശ്യ കുറ്റപ്പെടുത്തലുകൾ നടത്തരുത്. ഭാര്യയുടെ മരണത്തിൽ സമനില വെച്ച് നടക്കുക വിക്രം. അല്പം ആശ്വാസത്തിന് വേണ്ടി കയറി വരാൻ വിക്രമിന് ഇതല്ലേ ഉള്ള അഭയസ്ഥാനം. അങ്ങനെയുള്ള വ്യക്തിയെ ആശ്വസിപ്പിച്ചില്ലേലും വേണ്ടില്ല, ആക്ഷേപിക്കാതിരിക്കാൻ പറ്റുമോ? കൊന്നതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന കല്ലും നെല്ലും തിരിക്കാനേ ഈ വസന്ത ഇല്ലാതായിപ്പോയി. അതിന്റെ കല്ലുകടിയാ ഈ കാണുന്നതൊക്കെ. മോനെ, പെങ്ങളില്ലാതായ ദുഃഖം പ്രകാശിനെ വല്ലാതെ ഒളിച്ചിരിക്കുക. അതുകൊണ്ട് അവൻ ആലോചനയില്ലാതെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നത്. മോനൊന്നും കാര്യമാക്കരുത്. പ്രകാശേട്ടനോട് ശത്രുതയൊന്നും വേണ്ട. മൂത്ത അളിയന്റെ ശാസനയാണെന്ന് കരുതി സമാധാനിക്കണം. പ്രകാശിന്റെ അവിവേകത്തിന് ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുക. അയ്യോ, അതൊന്നും വേണ്ട. ശത്രുത വച്ച് പുലർത്താനോ കണക്ക് തീർക്കാനൊന്നും ഇനി ഞാൻ ആളല്ല. ഈ കുടുംബാംഗങ്ങളുടെ ലിസ്റ്റിൽ നിന്നും എന്റെ പേര് വെട്ടലെന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. സന്തോഷം. വിക്രം, കുടുംബാംഗങ്ങളുടെ ലിസ്റ്റിൽ നിന്നും വിക്രമിന്റെ പേര് വെട്ടുന്നില്ല. വിക്രം എന്നും ഈ കുടുംബാംഗം തന്നെയായിരിക്കും. മരണം നടന്ന വീട്ടില് പട്ടിണിക്കഞ്ഞി എന്നൊരു ഏർപ്പാടുണ്ട്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിക്കുന്നൊരു ഏർപ്പാട്. കഞ്ഞി കുടിച്ചിട്ട് പോയാൽ മതി. വിക്രം കൂടെ ഉണ്ടെങ്കിലേ പട്ടിണിക്കഞ്ഞി പൂർണ്ണമാവും. സഹകരിക്കണം. വളരെ സന്തോഷം. എനിക്കിപ്പോ പോയിട്ട് അത്യാവശ്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഭക്ഷണമെല്ലാം എനിക്ക് വർഷയുടെ പട്ടിണി കഞ്ഞിയായിരിക്കും. ഇനി ഒരിക്കൽ വരാം. ഞാനിപ്പോഴും ഇവിടുത്തെ കുടുംബാംഗമാണെന്ന സമാധാനത്തോടെ ഇപ്പോൾ ഞാൻ പോവുക.